കഴിഞ്ഞാൽ അത് എങ്ങനെ വർദ്ധിപ്പിക്കും, അത് ആ വ്യക്തി എങ്ങനെ വർദ്ധിപ്പിക്കും, അത് എങ്ങനെ നിലനിർത്തും, അതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പാസ്റ്റർ സാം ജോസഫ് ഒന്ന് പറഞ്ഞാൽ വളരെയേറെ ഉപകാരമായിരിക്കും. പൗലോസിൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ പൗലോസ് ആസിയിൽ പോകണോ വേണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. മിഥുനയ്ക്ക് പോകണോ വേണ്ടോ എന്ന് യേശുവിൻ്റെ ആത്മാവ് ഇടപെട്ടു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ ചലനങ്ങൾ, നമ്മൾ എങ്ങോട്ട് പോകണം, എങ്ങനെ സഞ്ചരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെടുവോ? ഈ ആത്മനിറവിൽ ജീവിച്ചാൽ അത് സാധ്യമാകുമോ? നമ്മൾ ഒരു അന്തരീക്ഷം മാറുന്നൊരു ലെവലുണ്ട്. അതായത് അത് ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് പറ്റണമെന്നില്ല, 10 മിനിറ്റ് കൊണ്ട് പറ്റണമെന്നില്ല, 20 മിനിറ്റ് കൊണ്ട് പറ്റണമെന്നില്ല. ആത്മാവിൻ്റെ തലം മാറിയാൽ, നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ, ഒരു ഫ്ലൈറ്റ് റൺവേയിൽ കുറേ നേരം ഓടിയതിന് ശേഷം, ആദ്യം നമ്മൾ റൺവേയിലേക്ക് കയറുന്നതിന് മുമ്പേ പതുക്കെ റൺവേയിലേക്ക് ഈ ഫ്ലൈറ്റ് ഉരുണ്ടു വന്നതിന് ശേഷം ഈ ഫ്ലൈറ്റ് റൺവേയിൽ കൂടെ പതുക്കെ ഓടാൻ തുടങ്ങും. അത് കഴിഞ്ഞതിൻ്റെ വേഗത കൂടും. പിന്നീടാണ് ഇത് അനന്ത വിഹായസിലേക്ക് പൊങ്ങിപ്പോകുന്നത്. ഇതേപോലെ ആത്മാവിൻ്റെ തലങ്ങൾ നമ്മൾ പതുക്കെ പ്രാർത്ഥിച്ചു തുടങ്ങും. പക്ഷേ റോബിൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നീ ഇരിക്കാൻ തയ്യാർ, അത് നീ വണ്ടി ഓടിക്കുമ്പോഴായിക്കോട്ടെ, കുഴപ്പമില്ല. ആത്മാവ് നീ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കിങ്ഡം ഇൻസൈറ്റ് എന്ന സ്പിരിച്വൽ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 3-ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ആത്മസ്നാനം എപ്രകാരം ഒരു വ്യക്തിക്ക് പ്രാപിക്കാം, പാസ്റ്റർ അനുഭവത്തിലൂടെയൊക്കെ സംസാരിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആത്മസ്നാനം പ്രാപിച്ചവർ എപ്രകാരം ആ ആത്മനിറവ് നിലനിർത്തിക്കൊണ്ടുപോകാം, അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് പാസ്റ്റർ സാം ജോസഫാണ്. പാസ്റ്റർ സാം ജോസഫ്, ഒരു വ്യക്തി ആത്മസ്നാനം പ്രാപിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ വർദ്ധിപ്പിക്കും, അത് ആ വ്യക്തി എങ്ങനെ വർദ്ധിപ്പിക്കും, അത് എങ്ങനെ നിലനിർത്തും, അതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പാസ്റ്റർ സാം ജോസഫ് ഒന്ന് പറഞ്ഞാൽ വളരെയേറെ ഉപകാരമായിരിക്കും. റോബിനെ, പ്രത്യേകിച്ച് നമ്മൾ ഈ തലമുറയിൽ നോക്കുമ്പോൾ അനേകർ അഭിഷേകം പ്രാപിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുന്നതിന് ഒരു കൂട്ടം ആൾക്കാർ, എല്ലാവരുമല്ല, ഒരു കൂട്ടം ആൾക്കാർ അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിലേക്ക് പരിശുദ്ധം വന്നു, അന്യഭാഷ അടയാളത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാമായി, ആ നിറവ് കംപ്ലീറ്റ് ആയി എന്നാണ് ഒരു കൂട്ടം ആൾക്കാർ പലരും വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ അതല്ല, ഒരു ബേസ് മാത്രമാണ്, അതൊരു തുടക്കം മാത്രമാണ്. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വന്ന സാന്നിധ്യത്തെ അല്ലെങ്കിൽ ആത്മശക്തിയെ നമ്മൾ ഓരോ ദിവസവും വർദ്ധിപ്പിക്കണം. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേവലം അന്യഭാഷ പറയുവാൻ മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് തൻ്റെ സഭയാകുന്ന മണവാട്ടിയെ ഒരുക്കി ക്രിസ്തുവിന് അനുരൂപമായ ഒരു മണവാട്ടിയാക്കി തീർത്ത് നിത്യത വരെ എത്തിക്കുവാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ആ കാഹള ശബ്ദത്തിൽ തൻ്റെ മണവാട്ടി സഭയെ തൻ്റെ കാന്തന് അനുരൂപമാകുന്ന ഒരു മണവാട്ടിയാക്കി ഒരുക്കി അവിടെ കൊണ്ടെത്തിക്കുന്നിടം വരെയും പരിശുദ്ധാത്മാവിന് ദൗത്യമുണ്ട്. അപ്പോൾ ഈ ആത്മനിറവ് എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും ഒരു വ്യക്തിക്ക്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം അത്രയും വലിയതാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും വാക്ക് വിത്ത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നാം നടക്കണം. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇപ്പം നമ്മൾ നടക്കും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ? ഓക്കെ, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ എങ്ങനെ നടക്കാം? പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഒരു നല്ല കൂട്ടുകാരനായിട്ട് നമുക്ക് കാണണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ബൈബിളിൽ പറയുന്നു, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. എന്താണ് നമ്മൾ ബൈബിളിൽ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളാണെങ്കിൽ കാര്യസ്ഥൻ എന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീടിനെ സംബന്ധിച്ച് ആ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും പണ്ട് കാര്യസ്ഥന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. അവിടെ വീട്ടിൻ്റെ ഉടമസ്ഥനുണ്ടെങ്കിലും കാര്യസ്ഥനാണ് മൊത്തം കാര്യങ്ങൾ കൊണ്ട് നടത്തുന്നത്. അപ്പോൾ കാര്യസ്ഥനോട് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവായിട്ട് നമുക്ക് എങ്ങനെ നിലനിർത്തി പോകാം? എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവായിട്ട് നമുക്ക് സംസാരിക്കണം. ഓക്കെ, അതായത് നമ്മൾ ചിലപ്പോൾ സാധാരണ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ചർച്ച് വരുമ്പോൾ ഒരു അന്യഭാഷ പറഞ്ഞു പോകുന്നു. അങ്ങനെയാണ് എല്ലാ വിശ്വാസികളും വിചാരിച്ചിരിക്കുന്നത്. പാട്ടിൻ്റെ അവസാനം അന്യഭാഷ പറഞ്ഞ് നിർത്തുന്നതായിട്ടാണ് പരിശുദ്ധാത്മാ നിറവിനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ വ്യത്യാസമായി എന്താണ് പാസ്റ്റർക്ക് പറയാനുള്ളത്? അതെ, നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പോലും റോബിനെ പരിശുദ്ധാത്മ ഇല്ലാതെ പറ്റത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. കാര്യം റോമാലേഖനത്തിൽ കൃത്യമായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടവണ്ണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ച് ഞാൻ ആഴത്തിലൊന്ന് തൊടാം. അതായത് നമ്മൾ പലപ്പോഴും ജഡത്തിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, വേണ്ട നിലവാരത്തിൽ പല പ്രാർത്ഥനയുടെ മറുപടികൾ നമുക്ക് കിട്ടാത്തത്. കാരണം ആത്മതലവുമായിട്ട് നമ്മൾ കണക്റ്റ് ആകുമ്പോൾ ഒരു വിഷയത്തിൻ്റെ മറുപടികളെ തടഞ്ഞു നിൽക്കുന്ന ആത്മതലത്തിലെ പൈശാചിക മണ്ഡലങ്ങളുണ്ട്.
അപ്പോൾ ഈ പൈശാചിക മണ്ഡലങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബുദ്ധിയിലുള്ള പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല. ബുദ്ധിയിൽ ദൈവഹിത പ്രകാരം ഒന്നും ആയിരിക്കത്തില്ല പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള പ്രാർത്ഥന ആയിരിക്കത്തില്ല ഇതിനകത്ത് വരുന്നത്. അത് നമ്മുടെ ജഡത്തിൻ്റെ ഹിതപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മ നമ്മളെ ആത്മതലത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ അതാ പറയുന്നത്. നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മ നമ്മളെ ആത്മതലത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മ എന്ന് പറഞ്ഞാൽ, നമ്മൾ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ദൈവത്തോടാണ് സംസാരിക്കുക. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തോട് സംസാരിക്കുമ്പോൾ തന്നെ ആത്മതലങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മമണ്ഡലത്തെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയാണ് അതിനകത്ത് നടക്കുന്നത്. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണോ നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഈ വാക്ക് വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന് പാസ്റ്റർ പറഞ്ഞു. എങ്ങനെ നമുക്ക് എങ്ങനെ ഹോളി സ്പിരിറ്റുമായി വാക്ക് ചെയ്യാൻ കഴിയും? ആ ആത്മനിറവിൽ തന്നെ ജീവിക്കണം എന്നുള്ള ചോദ്യമാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത്. അത് എങ്ങനെ ഒരു വ്യക്തിക്ക് വാക്ക് വിത്ത് ഹോളി സ്പിരിറ്റിനൊപ്പം സഞ്ചരിക്കാൻ എങ്ങനെ കഴിയും? ഞാൻ അതിന് 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ കുടുംബസ്ഥ ഒരു സഹോദരി, ആ സഹോദരി ഒരു അടുക്കള ജോലിയായിരിക്കും അവൾ ചെയ്യുന്നത്. അവൾക്ക് ദൈവത്തിൻ്റെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കാം. റോബിൻ ഇപ്പോൾ കാർ ഓടിക്കുകയാണ്. റോബിന് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ കാർ ഓടിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അന്യഭാഷകളിൽ പരിശുദ്ധാത്മാവായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ റോബിനെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. അടുത്ത മിനിറ്റുകളിൽ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ ആ അന്തരീക്ഷം ചേഞ്ച് ആകും. പലപ്പോഴും പലർക്കും സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അല്പസമയം നമ്മുടെ ബുദ്ധി കൊണ്ട് ഒരു അന്യഭാഷകളിൽ 2 വാക്കിലോ പ്രാർത്ഥിച്ചിട്ട് നിർത്തും. അല്ല, ഇതിൻ്റെ ആത്മാവിൻ്റെ പല തലങ്ങളുണ്ട്, പല ഘട്ടങ്ങളുണ്ട്. നമ്മൾ ഒരു അന്തരീക്ഷം മാറുന്നൊരു ലെവലുണ്ട്. അതായത് അത് ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് പറ്റണമെന്നില്ല, 10 മിനിറ്റ് കൊണ്ട് പറ്റണമെന്നില്ല, 20 മിനിറ്റ് കൊണ്ട് പറ്റണമെന്നില്ല. ആത്മാവിൻ്റെ തലം മാറിയാൽ, നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ, ഒരു ഫ്ലൈറ്റ് റൺവേയിൽ കുറേ നേരം ഓടിയതിന് ശേഷം, ആദ്യം നമ്മൾ റൺവേയിലേക്ക് കയറുന്നതിന് മുമ്പേ പതുക്കെ റൺവേയിലേക്ക് ഈ ഫ്ലൈറ്റ് ഉരുണ്ടു വന്നതിന് ശേഷം ഈ ഫ്ലൈറ്റ് റൺവേയിൽ കൂടെ പതുക്കെ ഓടാൻ തുടങ്ങും. അത് കഴിഞ്ഞതിൻ്റെ വേഗത കൂടും. പിന്നീടാണ് ഇത് അനന്തവിഹായസിലേക്ക് പൊങ്ങിപ്പോകുന്നത്. ഇതേപോലെ ആത്മാവിൻ്റെ തലങ്ങൾ നമ്മൾ പതുക്കെ പ്രാർത്ഥിച്ചു തുടങ്ങും. പക്ഷേ റോബിൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നീ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നീ ഇരിക്കാൻ അത് നീ വണ്ടി ഓടിക്കുമ്പോഴായിക്കോട്ടെ, കുഴപ്പമില്ല, ആത്മാവ് നീ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും, ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. ഞാൻ ഒരു വാഞ്ച വേണം. യെസ്, ഇത് വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വാഞ്ച വേണം. എല്ലാവരും ആ വാഞ്ച ഇല്ലാതെ തന്നെ അവിടെ സ്റ്റോപ്പായിരിക്കുകയാണ്. ഈ വാഞ്ച ഉള്ളിനകത്ത് കത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവരിൽ ആ വർധനവ് നടക്കുന്നത്. യെസ് റോബിനെ, ഇന്ന് അനേക ആത്മീയന്മാരുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണോ നടക്കുന്നത്? എപ്പോഴും ലോകപ്രകാരമല്ല. അവൻ ലോകത്തിലായിരിക്കും ജീവിക്കുന്നത്, പക്ഷേ അവൻ്റെ ഉള്ളിൽ എപ്പോഴും അവൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ദേവദാസനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവം കേട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം ഒരു തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ആ ദേവദാസിൻ്റെ ചർച്ചിലുള്ള ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തി ആ ദേവദാസിനെ കണ്ടിട്ടാണെങ്കിൽ ഹായ് പാസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു മനഃപൂർവ്വം എന്നെ ശ്രദ്ധിക്കാതെ പോവുകയാണെന്ന്. പക്ഷേ എന്താണെന്നറിയോ, അദ്ദേഹം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സഞ്ചരിക്കുക. മനസ്സിലായി? അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ അദ്ദേഹം നടന്നു പോവുകയാണ്. പക്ഷേ ആ ലോകത്തിൻ്റെ മറ്റൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം ആത്മാവിലാണ്. മനസ്സിലായി? അദ്ദേഹം ആത്മാവിലാണ്. ഏറ്റവും അവസാനം ഈ വിശ്വാസി ചെന്നിട്ട് പാസ്റ്ററെ തട്ടി വിളിച്ചു. പാസ്റ്റർ, ഞാൻ കുറേ നേരമായിട്ട് വിളിക്കുന്നു. പാസ്റ്റർ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ല. കാര്യം കണ്ടോ? അപ്പോൾ നമുക്ക് ലോകത്തെയും ശ്രദ്ധിക്കാം, ദൈവത്തിൻ്റെ കൂടെയും നടക്കാം. 24/7 ആത്മനിർവ്വൽ ജീവിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ആത്മാവിൽ ജീവിക്കാൻ കഴിയും. നമ്മളാണെങ്കിൽ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു എപ്പോഴും പിതാവുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. കാരണം യേശു രാത്രിയുടെ യാമങ്ങളിലൊക്കെ പിതാവുമായിട്ട് പ്രാർത്ഥിക്കുന്നു, പിതാവുമായിട്ട് കണക്റ്റാണ്. ഞാനൊരു കാര്യം പറയാം റോബിനെ, എന്നിൽ കൂടി ഒരു അത്ഭുതം നടക്കണമെങ്കിൽ, എന്നിൽ കൂടി ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ, എൻ്റെ കൂടെ കർത്താവുണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ ദൈവവുമായിട്ട് പരിശുദ്ധമായിട്ട് ഞാൻ കണക്റ്റായി നിന്നേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ യേശു എല്ലാ ദിവസവും പിതാവുമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയും ചെയ്തു. അതിനുശേഷം യേശു വന്നിട്ട് തൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടക്കും. കാര്യം എന്താണെന്നറിയോ? യേശു എപ്പോഴും പിതാവുമായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധമായിട്ട് കണക്റ്റഡാണ് യേശു നിൽക്കുന്നത്. അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. ആ അന്തരീക്ഷത്തിനകത്തിൽ, അങ്ങനെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നവൻ്റെ അന്തരീക്ഷത്തിനകത്തിൽ പൈശാചിക മണ്ഡലങ്ങൾക്ക് കടക്കാൻ പറ്റത്തില്ല. അവൻ്റെ വീടിനകത്ത് പൈശാചിക മണ്ഡലങ്ങൾ കടക്കാൻ പറ്റില്ല. അവൻ നിൽക്കുന്ന സ്ഥലത്ത് കടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവജനം ഇങ്ങനെ പറയുന്നത്, വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. നമ്മളെ വെളിച്ചമാക്കി തീർക്കുന്നത് ക്രിസ്തുവിൽ കൂടി നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആ ദൈവശക്തിയാണ് നമ്മളെ വെളിച്ചമാക്കി തീർക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എന്താ കർത്താവ് ഉദ്ദേശിച്ചത്? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവിൽ കൂടി നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമായി നിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഈ വാഞ്ചയുള്ളവരുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് ഇതിൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല. അവർ ബിസിയായി പോവുക. ചില വിശ്വാസികളുടെ അകത്ത് ഈ വാഞ്ചയുണ്ട്, ഈ ആത്മനിർവ്വൽ ജീവിക്കണം, 24/7 ആത്മനിർവ്വൽ തന്നെ സഞ്ചരിക്കണം എന്നുള്ള വാഞ്ചയുണ്ട്. പക്ഷെ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞാലും അവർ സ്റ്റോപ്പ് ആവുകയാണ്. അവർക്ക്
അത് കഴിയുന്നില്ല. എന്താണ് അതിന് തടുക്കുന്നത്? അവർ ബിസിയായി, വേറെ കാര്യം ഇൻവോൾവ് ആയി, വീണ്ടും അടുത്ത 3-4 ദിവസം വീണ്ടും പഴയ പോലെ തന്നെ ആവുകയാണ്. അപ്പം ആദ്യത്തെ 1-2 ദിവസം ഒരു വാഞ്ച ഉണ്ടാവും, വീണ്ടും പഴയ പോലെ തന്നെ ആവുകയാണ്. എന്താണ് ഇതിന്റെ കാരണം? ആത്മനിർഭർ ജീവിക്കാൻ തന്നെ പറ്റാത്തതിനുള്ള കാരണം എന്താണ്? റോബിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനെ നാം ഇപ്പോൾ റോബിനാണെങ്കിലും ഞാനാണെങ്കിലും ആത്മാവിൻ്റെ അടുത്തൊരു തലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പൈശാചിക മണ്ഡലങ്ങൾക്കത് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അവനുമായിട്ടാണ് നമുക്ക് യുദ്ധമുള്ളത്, പൈശാചിക മണ്ഡലങ്ങളുമായിട്ട് യുദ്ധമുള്ളത്. അവൻ എന്ത് ചെയ്യും? റോബിനാണെങ്കിലും ഞാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാണെങ്കിൽ ആത്മതലത്തിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കാര്യം കൊണ്ട് പൈശാചിക മണ്ഡലങ്ങൾ തകർന്നു പോകും. കയറാതിരിക്കാൻ അവൻ മാക്സിമം ഫൈറ്റ് ചെയ്യും. അതിന് എനിക്ക് പറയാനുള്ള ഒരു റെമഡി എന്ന് പറയുന്നത്, ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ മനഃപൂർവ്വമായിട്ട് ചില സമയങ്ങൾ വേർതിരിച്ച് ദൈവസന്നിധി ഇരിക്കുവാൻ വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ചാർജ് ചെയ്യുക. ഇപ്പോൾ ഒരു ഫോണ് നമുക്കാണെങ്കിൽ അതിൻ്റെ ചാർജ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ചാർജ് തീർന്നു വരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മളത് കുത്തിയിടും. അപ്പം ആദ്യത്തെ സൊല്യൂഷൻ നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് ഇതിനു വേണ്ടി സമയം മാറ്റി. എക്സ്ട്രാ എഫർട്ട് എടുക്കണം. ഓക്കെ, എക്സ്ട്രാ എഫർട്ട് എടുക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഞാൻ പറയാം. പലപ്പോഴും ഇന്ന് പരിശുദ്ധാത്മാവിന് എതിരെ ഉള്ളൊരു ടീച്ചിങ് ഉണ്ട്. പരിശുദ്ധാത്മാവിനെതിരെ അങ്ങനെയുള്ള ടീച്ചിങ് നാം കേൾക്കാൻ പോയാൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മ ദുഃഖിക്കും. അങ്ങനെയുള്ളവരുടെ ലൈഫിലേക്ക് പരിശുദ്ധാത്മ കടന്നു വരുത്തില്ല. അങ്ങനെയുള്ളവർ ലൈഫിലേക്ക് പരിശുദ്ധം. അതുകൊണ്ട് നാം അങ്ങനെയുള്ള ടീച്ചിങ്ങുകൾ നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുകയും, പരിശുദ്ധാത്മനെ ദുഃഖിപ്പിക്കരുതെന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ടീച്ചിങ് നമ്മൾ ഒഴിഞ്ഞു മാറും. കാര്യം പരിശുദ്ധാത്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഒരു കാരണവശാലും മുൻപോട്ട് ജയകരമായ ഒരു ക്രിസ്തീയ ജീവൻ നയിക്കാൻ പറ്റത്തില്ല. പേരിനും ലേബലിനും ഒക്കെ നയിക്കാം, പക്ഷേ ജയകരമായ ഒരു ക്രിസ്തീയ ജീവൻ നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മൾ നടന്നേ പറ്റത്തുള്ളൂ. ഇപ്പോൾ റോബിൻ കുറച്ചു മുമ്പേ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മണിക്കൂറുകൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മുടെ ജോലിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ചില വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ആ കൺസ്ട്രക്ഷൻ കമ്പനി അല്പസമയം കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം, ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഒറ്റയ്ക്കിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ സമയമെടുക്കുമായിരുന്നു. അതിൻ്റെ പ്രത്യേകതയും കൂടെ ഞാൻ പറയാം. ആ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്നിൽ പ്രത്യേകിച്ച് ഞാൻ നോക്കും വ്യത്യാസമൊന്നും കാണത്തില്ല. അപ്പോഴായിരിക്കും ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ആ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ രോഗിയായിരിക്കും. ആ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ രോഗത്തിന് മേൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ട് ആ വ്യക്തി സൗഖ്യമാകുകയാണ്. മനസ്സിലായി? അപ്പോൾ നാം ദൈവത്തോട് നടക്കാൻ തയ്യാറായാൽ, ആത്മശക്തിയിൽ കയറാൻ തയ്യാറായാൽ, നമ്മിൽ കൂടി ദൈവത്തിന് വൻ കാര്യങ്ങളെ ചെയ്യുവാനുണ്ട്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞത്, ഒന്ന് ഒരു വാഞ്ച വേണം, ഈ വർധനവിന് ഒരു വാഞ്ച വേണം. 2 നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് വേണം. 3 പരിശുദ്ധാത്മാവിനെതിരെയുള്ള ടീച്ചിങ് നമ്മൾ മാറി നിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുവാനും അതിനെക്കുറിച്ചുള്ള വചനങ്ങളൊക്കെ കത്തി ഹൃദയത്തിൻ്റെ കത്തി പുറത്തു വരുമ്പോൾ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ ചലിക്കാൻ തുടങ്ങും. ആത്മനിറവിന്റെ അടുത്ത തലത്തിലേക്ക് നമുക്ക് കയറാൻ കഴിയും. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട്, ചില ശക്തമായി എന്ന് പ്രയോജനപ്പെടുന്ന അഭിഷക്തന്മാരൊക്കെ 6 മണിക്കൂർ, 5 മുതൽ 6 മണിക്കൂർ വരെ എല്ലാ ദിവസവും അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുമോ? ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു അഭിഷക്തന്റെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും റോബിനെ. അപ്പം ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അവർക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്, അതുകൊണ്ടല്ലേ? അതാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത്. നമ്മൾ ഏതു മേഖലയിലാണെങ്കിലും നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാം. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളൊരു കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് ദൈവത്തോട് നമ്മൾ നടക്കുകയാണ്. മനസ്സിലായി? അന്യഭാഷകൾ നമ്മൾ പലതും ഒഴിവാക്കിയിട്ട് നമ്മൾ അപ്പോഴും നമ്മുടെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ആത്മാവിൽ നമ്മൾ അന്യഭാഷകൾ പ്രാർത്ഥിച്ചു അന്യഭാഷകൾ നടക്കാൻ തയ്യാറാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അവൻ്റെ വീടിൻ്റെ അന്തരീക്ഷം ആ നിമിഷം കൊണ്ട് തിരിയും. അവൻ്റെ ഭാവിയുടെ അന്തരീക്ഷം അവിടെ കൊണ്ട് തിരിയും. അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളുടെയും അന്തരീക്ഷങ്ങളെ അവിടെ തിരിയുവാനായിട്ടിടയെ തരും. അവരുടെ വീടിനകത്തിൽ ഭയങ്കര ഒരു വെളിച്ചം വ്യാപരിക്കും. അവരിൽ കൂടെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി. ഫസ്റ്റ് ഒരു കാര്യം, പൗലോസിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ പൗലോസ് ആസിയിൽ പോകണോ വേണ്ടേ എന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. മിഥുനയ്ക്ക് പോകണോ വേണ്ടോ എന്ന് യേശുവിന്റെ ആത്മാവ് ഇടപെട്ടു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ ചലനങ്ങൾ, നമ്മൾ എങ്ങോട്ട് പോകണം, എങ്ങനെ സഞ്ചരിക്കണമെന്ന് പരിശുദ്ധാത്മ നമ്മൾ ഇടപെടുവോ? ഈ ആത്മനിറവിൽ ജീവിച്ചാൽ അത് സാധ്യമാകുമോ? തീർച്ചയായിട്ടും റോബിനെ, ഞാനൊരു കാര്യം കൂടെ പറയാം. ഇന്ന് ഒത്തിരി പേർക്ക് ജയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പാപം എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ കൃത്യമായിട്ട് ടീച്ച് ചെയ്താൽ, ഗൈഡ് ചെയ്താൽ, എൻ്റെ ലൈഫിനകത്ത് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതായത് ജഡം പാപത്തിന് വേണ്ടി മോഹിക്കുമ്പോൾ, നമ്മളെ ജഡം അങ്ങോട്ട് നയിക്കുമ്പോൾ എൻ്റെ മേലുള്ള ആത്മാവ് എന്നോട് പറയും, നോ മോനെ, നീ അതിലേക്ക് നമ്മളെ തിരിച്ച് നമ്മളെ സത്യത്തിലേക്കും വിശ്വാസത്തിലേക്കും ഒന്നുകൂടി വിശുദ്ധ ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധം. അപ്പോൾ 2 ശക്തികൾ തമ്മിലുള്ള ഫൈറ്റിംഗ് ആണ്.
അപ്പോൾ നമ്മൾ റോങ് റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ സ്പിരിറ്റ് ശ്രമിക്കുമ്പോൾ നമ്മളെ റൈറ്റ് റൂട്ടിലേക്ക് കൊണ്ടുവരാൻ നമ്മിലുള്ള പരിശുദ്ധാത്മ വഴി അതായത് ദൈവവുമായി പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച വ്യക്തിക്ക് സാധിക്കും. തീർച്ചയായും ആത്മസ്നാനം പ്രാപിച്ച വ്യക്തിക്ക് പെട്ടെന്ന് കണക്ട് ആവാൻ ചെയ്യും. പെട്ടെന്ന് ആ ഒരു പരിശുദ്ധാത്മ ബോധ്യം വരും. പാപത്തെക്കുറിച്ചും എങ്ങോട്ടാണ് ഞാൻ പോകുന്ന ഡയറക്ഷൻ ശരിയാണെന്നുള്ള വ്യക്തമായ ബോധ്യം പരിശുദ്ധാത്മ കൊടുക്കും. അല്ലേ? തീർച്ചയായിട്ടും. ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മൾ കണ്ടിന്യൂസ് ഞാനിപ്പോൾ റോബിനാണെങ്കിൽ അബുദാബിക്ക് എന്നും വണ്ടി ഓടിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ അലയിൽ നിന്ന് റോബിൻ അറിയാം അബുദാബിക്ക് റോബിൻ്റെ സൈറ്റ് എവിടെയാണ്. കാര്യം എല്ലാ ദിവസവും റോബിൻ വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. റോബിനാണെങ്കിൽ GPS-ൻ്റെ ആവശ്യമില്ല. കാര്യം റോബിന് കൃത്യമായിട്ട് വഴി അറിയാം. റോബിന് ഇത്ര സമയം കൊണ്ട് എത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്തുമോ എന്നുള്ളത് റോബിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ റോബിൻ സ്മൂത്തായിട്ടാണ് എല്ലാ ദിവസവും പോകുന്നതും തിരിച്ചു വരുന്നതും സ്മൂത്താണ്. കാര്യം റോബിന് എല്ലാ ദിവസവും ആ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്നത് കൊണ്ട് റോബിൻ സ്മൂത്തായിട്ട് പോകുന്നത് തിരിച്ചു വരുന്നു. പക്ഷേ ഞാൻ പറയാം, ഞാൻ എല്ലാ ദിവസവും അബുദാബിക്ക് പോകുന്നില്ല. ഞാൻ ഇന്ന് റോബിൻ്റെ സൈറ്റിലേക്ക് വരുമെന്ന് പറഞ്ഞു റോബിൻ എന്നോട് പറഞ്ഞാൽ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് തപ്പി ഊപ്പാട് വരും. കാര്യം എന്താ? ഞാൻ റെഗുലറായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ നടക്കുന്ന ഒരാൾക്ക് ഒരു ദൈവിക ആലോചന ഈസി ആയിട്ട് ലഭിക്കും. ഒരു ദൈവശബ്ദം ഈസി ആയിട്ട് ലഭിക്കും. കാര്യം അവൻ എപ്പോഴും ദൈവമായിട്ട് കണക്റ്റഡ് ആണ്. റെഗുലറായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമുക്കത് വർദ്ധിപ്പിച്ചും സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അവൻ്റെ ലൈഫിനകത്തിൽ ആത്മീയ മന്ദത ഉണ്ടാകത്തില്ല, വരൾച്ചകൾ ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾക്ക് ചുവടുവെക്കുവാൻ സാധിക്കും ഈ പരിശുദ്ധ ആത്മസ്നാനം പ്രാപിച്ച വ്യക്തികൾക്ക്. തീർച്ചയായിട്ടും അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് അവൻ എങ്ങും പോകേണ്ട. പരിശുദ്ധാത്മ കൃത്യമായിട്ട് അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിന് ഏറ്റവും വലിയ തെളിവാണ് യേശു എല്ലാ ദിവസവും രാത്രിയിൽ താൻ പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് താൻ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ ഗൈഡൻസ് മേടിക്കുന്നു. അടുത്തത് ചെയ്യുന്നു. അടുത്ത ദിവസം എന്ത് ശുശ്രൂഷ ചെയ്യണം യേശു പ്രാർത്ഥിക്കുന്നു. ഓരോ ഏത് ഡെസ്റ്റിനിയിലൊക്കെ ചെല്ലണമെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് പിതാവിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് യേശു ആ ശുശ്രൂഷകൾ ചെയ്തു വരിക. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശീകരണം വരെയുള്ള സമയങ്ങൾ മൊത്തം ശുശ്രൂഷകളും സ്വർഗത്തിൻ്റെ മാസ്റ്റർ പ്ലാന് ഈ ഭൂമിയിൽ യേശുവിൽ കൂടെ നിറവേറപ്പെടുക. കാര്യം എന്താ പറയുക? കമ്മ്യൂണിക്കേഷൻ. അതായത് ആത്മസ്നാനം നിലനിർത്തി കൊണ്ടുപോകുന്നവർക്ക് അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. ഫസ്റ്റ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവിക പദ്ധതികൾ, അതായത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വിളി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ്, എന്തിനാണ് വ്യക്തിയെ ദൈവം ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആത്മസ്നാനം പ്രാപിച്ചു അത് നിലനിർത്തി കൊണ്ടുപോകുന്നവർക്ക് അത് അവരുടെ ജീവിതത്തിൽ ദൈവം ഓട്ടോമാറ്റിക്കലി ദൈവം അത് വെളിപ്പെട്ട് ഓൾറെഡി ഇംപ്ലിമെൻ്റ് ആക്കിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ഈ എപ്പിസോഡ് സംസാരിച്ചതിന് ഞങ്ങൾ താങ്ക് യു പറയുന്നു. തുടർന്ന് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കാണാം. പ്രേക്ഷകരെല്ലാവരോടുള്ള നന്ദി പറയുന്നു. ഓക്കെ, ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.